ഈ മണലാരണ്യത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സൈസ് തേളുണ്ട്. അത് ഇങ്ങനെ മുട്ട പോലെ ഇരിക്കും, ഉരുണ്ടിങ്ങനെ ഇരിക്കും. മുട്ടയാണെന്ന് ഓർത്ത് പോയി എടുത്തു കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് തേളാണ്. അപ്പം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഈ ലോകത്തുണ്ട്. മുട്ടയാണെന്ന് ഓർത്ത് പോയി പല കഴിച്ചിട്ട് ഇപ്പം വയറ്റിൽ കിടന്ന് ചാടുന്ന പല തേളുകളുമുണ്ട്. മീനാണെന്ന് ഓർത്ത് കഴിച്ച പാമ്പുകളുണ്ട്. അപ്പമാണെന്ന് ഓർത്ത് കഴിച്ച കല്ല് ഇപ്പം വിഴുങ്ങാനും മേലെ പുറത്തോട്ടും പോകത്തില്ല. അങ്ങനെ വയറ്റിൽ കല്ലായിട്ട് കിടക്കുകയാണ് ചിലരുടെ ജീവിതത്തിൽ. മനസ്സിൽ, തലയ്ക്കകത്ത്, ചിന്താഗതിയിൽ കല്ലായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഈ ഭാരമൊക്കെ ചുമക്കാൻ മേലാതെ വല്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യൻ. ഇങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധി കൂടെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ ഈ ലോകത്തെ ഈ മനുഷ്യനെയും കൊണ്ട് എത്തിച്ചിട്ടാണ് പിശാച് അടുത്ത പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. പിശാച് നമ്മളെപ്പോലെ അലസനല്ല, ക്രിസ്ത്യാനികളെ പോലെയല്ല, പുരോഹിതന്മാരെ പോലെയല്ല. പിശാച് എപ്പോഴും ആക്റ്റീവാണ്, എപ്പോഴും പ്രവർത്തിക്കും. അവൻ്റെ അടുത്ത പ്രവർത്തനം എന്താണ്? ഈ പരുവത്തിനെ കൊണ്ട് നിർത്തിയിട്ട് ഇപ്പോൾ മയക്കുമരുന്നുകളിലൂടെ നമ്മുടെ യുവാക്കന്മാരെ നശിപ്പിക്കാൻ പിശാച് പല തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഡയറക്റ്റ് വന്നിച്ച് പറയുകയാണ്, റോയ് സാർ ഇച്ചിരി മയക്കുമരുന്നാണ്, ഇത് കഴിച്ചോ എന്ന് പറഞ്ഞാൽ കഴിക്കുമോ? ഇല്ല. പക്ഷേ ചില കടകളിൽ നിന്ന് മേടിക്കുന്ന ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം ആ കടയിൽ തന്നെ പോയി ജ്യൂസ് കുടിക്കണമെന്ന് തോന്നുന്നു. പത്രങ്ങളിൽ ഇപ്പോൾ വാർത്ത വരുന്നുണ്ട്. ചുമ്മാ ഒരു സ്റ്റിക്കർ തമാശയ്ക്ക് ഇടയിൽ ഒട്ടിച്ച് നോക്കിക്കട, നല്ല രസമാണ്, സ്വർഗം കാണാൻ പറ്റും. പിള്ളേർ ചിലപ്പോൾ ചുമ്മാ നാക്കെല്ലാം ഒട്ടിച്ച് നോക്കി. പിറ്റേ ദിവസം ആകുമ്പോൾ അവൻ അതൊരെണ്ണം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം. കൂട്ടുകാരി ഇവിടെ ഇടി മറ്റേ സാധനം വല്ലതും ഇരിപ്പുണ്ടോടി. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ? 35 കോടി വരുന്ന യുവതിയുവാക്കന്മാരാണ് രാജ്യത്തിൻ്റെ സമ്പത്ത്. മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഈ സമ്പത്തില്ല. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് 18 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ള 35 കോടിയോളം അടുത്ത് യുവതിയുവാക്കന്മാരുണ്ടെന്നാണ് പറയുന്നത് മൊത്തം രാജ്യത്ത്. അത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ആ സമ്പത്തിനെ സമ്പത്തായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? കാണുന്നില്ല. ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ക്രൈസ്തവ സഭയിലെ യുവതിയുവാക്കന്മാരാണ്. അല്ലാതെ ക്രൈസ്തവ സഭയിൽ ഇപ്പോൾ ബാർ നടത്തിക്കൊണ്ടിരിക്കുന്നവരും ക്രൈസ്തവ സഭയിൽ ഇപ്പോൾ ബിസിനസ്സുകാരും റിയൽ എസ്റ്റേറ്റുകാരും ഒന്നും അല്ല ക്രൈസ്തവ സഭയുടെ സമ്പത്ത്. വലിയ കമ്പനി നടത്തുന്നവരും അതൊന്നുമല്ല സമ്പത്ത്. ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് ക്രൈസ്തവ സഭയിൽ ജീവിക്കുന്ന യുവതിയുവാക്കന്മാരാണ്. അതുകൊണ്ട് ഈ സമ്പത്ത് സംരക്ഷിക്കാൻ പള്ളികളുമല്ല, ദേവാലയങ്ങളൊന്നുമല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അതൊന്നുമല്ല. അതൊക്കെ സമ്പത്താണ്. ആളില്ലെങ്കിലോ വല്ലതും പ്രയോജനപ്പെടുമോ? ലോകമൊട്ടുക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ദേവാലയങ്ങളുണ്ട്. എല്ലാം ശൂന്യമായിട്ട് കിടക്കുകയാണ്. ദേവാലയം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു പൂച്ചക്കുറുക്കം പോലും ഞാൻ ഈ പോയ വിദേശ രാജ്യങ്ങളിൽ ഒരു പള്ളിയുടെ വാതൊക്കെ കണ്ടില്ല. വിശ്വാസിയില്ല, അച്ഛന്മാരുമില്ല, ആരുമില്ല. ശൂന്യമായ ദേവാലയങ്ങൾ. അത് സമ്പത്താണോ? ക്രിസ്തീയ സഭയുടെ ബാധ്യതയാണ്. ലോകമൊട്ടുക്കുള്ള ക്രൈസ്തവ സഭകളുടെ ബാധ്യതകളാണ് സത്യത്തിൽ പല ദേവാലയങ്ങളും ആ അവസ്ഥയിലായിട്ടുണ്ട്. എന്നാൽ ഒരു സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ആ സഭയിലെ ജനങ്ങളും യുവതിയുവാക്കന്മാരും കുഞ്ഞുങ്ങളുമാണ്. അവരെ ക്രിസ്തീയ മൂല്യങ്ങൾക്കൊത്ത് വളർത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യുന്നത്? അവരുടെ വിശ്വാസം ഉറപ്പിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 17:3 വായിക്കാം. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ വിശ്വാസവും വിശ്വാസത്തിൻ്റെ അനന്തരഫലവുമായ നിത്യമായ ഒരു ജീവിതം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചുമുള്ള അറിവിലൂടെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15:2-3 വചനം വായിച്ചേ. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യില്ല. ഈ ഒരു അറിവുണ്ടാകണം. ദൈവം നമ്മളെ സ്വന്തമെന്ന് കണക്കാക്കി എന്ന് അറിയുന്നതിലൂടെയാണ് പാപം ഇല്ലാതാകുന്നത്. ഒന്നുകൂടെ വായിച്ചത്. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ
ഞങ്ങൾ പാപം ചെയ്യുകയില്ല. ഉണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ ആളാണ് എന്നൊരു യാഥാർത്ഥ്യം അയാളുടെ മനസ്സിലായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് പാപത്തിൽ നിന്ന്. അതുകൊണ്ട് അറിയുക. അപ്പോൾ ഈ അറിവിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പിശാച് ചെയ്യും. പിന്നെ ബാക്കി വായിച്ചേ. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. ദൈവത്തിൻ്റെ എല്ലാ പൂർണ്ണതയും എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതാണ്. പിന്നെ അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യത എന്ന് പറയുന്നത് മരണമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ നിത്യതയുടെ ആരംഭം എന്ന് പറയുന്നത് അവിടുത്തെ അറിയുക എന്നുള്ളതാണ്. പിന്നെ മനുഷ്യന്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരന്റെ നിഷ്ഫലയത്നമായ നാനാവർണ്ണാഞ്ചിതമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യതിചലിപ്പിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു വിശ്വാസിയെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ വ്യതിചലിപ്പിക്കാൻ പാടില്ല. ഇന്ന് സത്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് കണ്ണിന് ഇമ്പകരമായ കാഴ്ചകൾ നൽകി എങ്ങനെയെങ്കിലും മനുഷ്യനെ പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? കുറേയൊക്കെ അത് നമ്മുടെ നാട്ടിൽ ചിത്രകലയായിട്ടും അല്ലേ, പള്ളിയിലൊക്കെ നമ്മളിങ്ങനെ ചിത്രങ്ങളൊക്കെ വെക്കുമ്പോൾ എന്താണ്, ഈ ചിത്രം കണ്ടിട്ടാണേലും വേണ്ടില്ല, ചിത്രപ്പണികളൊക്കെ കണ്ടിട്ടാണേലും ഇത് കാണാനായിട്ടാണേലും പള്ളിയിലൊന്ന് വരുമല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് ഒരു പെരുന്നാൾ എന്ന് പറയില്ലേ, നമ്മൾ പെരുന്നാൾ, ഒരു പെരുന്നാൾ ലൈറ്റ് ഇല്ലാത്ത, ചെണ്ടയില്ലാത്ത, ബാൻഡ് മേള ഇല്ലാത്ത, ചിക്കൻ കറി അപ്പം ഇല്ലാത്ത ഒരു പെരുന്നാൾ എന്നാ പെരുന്നാൾ? പെരുന്നാൾ ലൈറ്റില്ല, ഇങ്ങനെ കറങ്ങുന്ന ലൈറ്റില്ലേ, അതില്ല. ആ ദേവാലയത്തിൽ പെരുന്നാളിന് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ 20% ആളുകൾ ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ പിന്നെ വരുമോ? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വരുമോ? നമ്മുടെ പെരുന്നാളിന് തന്നെ ആൾ വരാത്തത് കാര്യമായിട്ട് ലൈറ്റൊന്നുമില്ല, വെടികെട്ടുമില്ല, ആകാശവിസ്മയം. സത്യത്തിൽ നമ്മൾ ഈ വിസ്മയം കാണിക്കേണ്ട കാര്യമുണ്ടോ? അതിനേക്കാൾ എത്രയോ വലിയ വിസ്മയമാണ് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു. ആകാശത്തൊട്ട് അവൻ്റെ കൈവേലയെ കാണി, അതല്ലേ വിസ്മയം? അത് കണ്ടിട്ട് കണ്ണില്ലാത്തവന് പള്ളിയുടെ ആകാശത്ത് ആകാശവിസ്മയം കാണിച്ച് അവൻ എത്ര നാൾ പിടിച്ചു നിർത്താൻ പറ്റും? ഇതെല്ലാം ഈ ആകാശവിസ്മയവും അതുപോലെ മറ്റ് വിസ്മയങ്ങളും എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട്, ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു പെരുന്നാൾ നടത്തി നോക്കി. വളരെ കുറച്ച് ആളുകളെ വരത്തുള്ളൂ, അധികം പേര് വരികയില്ല, വളരെ കുറച്ച് ആളുകളെ വരത്തുള്ളൂ. അതൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് കുറേ ആളുകൾ എന്നോട് പിണങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ ഒരു വാൻഡുമേളം പോലും വെക്കാൻ പറഞ്ഞാൽ ഇവിടെ നാട്ടുകാരും പറഞ്ഞാൽ കേൾക്കുകയില്ല, ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറേ മനുഷ്യർ എന്നോട് കുത്തി ഓരോ കാലഘട്ടങ്ങളിലും എന്തോരം പേരാണ് എന്നോട് വഴക്ക് പിടിച്ച് ഓരോ പള്ളിയിലും പിണങ്ങി. ഞാനും ചിലയിടത്തുനിന്ന് പിണങ്ങി പോകേണ്ടി വന്നു, എന്നോട് എല്ലാവരും പിണങ്ങി പോകേണ്ടി വന്നു. എന്താണ് ഈ ബാൻഡ് മേളം? കുറച്ച് ആളുകൾ ബാൻഡ് മേളം ഇല്ല എന്ന് പറഞ്ഞാൽ പോകും. കുറേ പേർക്ക് ആകാശവിസ്മയില്ല, കുറേ പേർക്ക് ലൈറ്റുകൾ ഇങ്ങനെ കറങ്ങുന്ന വെറും ലൈറ്റ് പോലെ ഇങ്ങനെ കുരങ്ങ് ഇവിടുന്ന് അപ്പുറത്തോട്ട് ചാടുന്നു, അവിടുന്ന് ഇപ്പുറത്തോട്ട് ചാടുന്നു, ഇവിടുന്ന് അപ്പുറത്തോട്ട് ചാടുന്നു. ഒരിക്കൽ ഒരാളെന്നോട് പറഞ്ഞാണ് വേറൊരു അരുവിത്തറ പള്ളിയിലെ കുരങ്ങ് ചാടുന്ന സംഭവം ആയതും ഇപ്പോൾ ഈയിടെ പെരുന്നാൾ കഴിഞ്ഞതേ ഉള്ളൂ, അപ്പം നമുക്ക് വെച്ച് തരാം, പക്ഷേ അതുകൊണ്ട് ആ മുഴുവൻ പൈസ കൊടുക്കണ്ട, 25% കൊടുത്താൽ മതി. 25% വെച്ച് കഴിഞ്ഞാൽ ഗീവറീസകതയുടെ പെരുന്നാളിന് ഈ മരത്തിൽ നിന്ന് ആ മരത്തേക്കും ആ മരത്തിൽ നിന്ന് ഈ മരത്തിലേക്കും 2-3 മണിക്കൂർ നേരം കുരങ്ങ് ചാടും. നമുക്ക് വേണേൽ നോക്കാം. നമ്മുടെയൊക്കെ ആളുകളുടെ തലയ്ക്കകത്ത് കിട്ടിയിരിക്കുന്ന അറിവ് ഇത്തരം വികലമായ അറിവുകളാണ്. എന്തുമാത്രം നമ്മുടെ ദേവാലയങ്ങൾക്ക് ഈ കാലഘട്ടത്തിൻ്റെ ചലഞ്ചസ്. ഞങ്ങളുടെ കുട്ടികളെവിടെ? മയക്കുമരുന്നിന് അടിമപ്പെട്ട് കഴിക്കുന്ന ഞങ്ങളുടെ പിള്ളേരെവിടെ? ഞങ്ങളുടെ പെൺകുട്ടികളെവിടെ? ഞങ്ങളുടെ യൂത്ത് എവിടെ? വല്ലവരും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എന്തിനേറെ പേരൻസ് പോലും ചിന്തിക്കുന്നില്ല എടിയാണ് കിടക്കുന്നതെന്ന്. നമ്മുടെ മകൾ എവിടെയാണ്, മകൻ എവിടെയാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഈ സഭ തകരും, ക്രൈസ്തവ സഭ തകരും. ഇനി ബാക്കി കൂടെ വായിച്ചേ, 15:2-3. അവയുടെ രൂപം മൂഢരെ ആവേശം കൊള്ളിക്കുന്നു, നിർജീവ വിഗ്രഹങ്ങളുടെ ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു. അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ തിന്മയുടെ കമിതാക്കളാണ്. അവയിൽ കവിഞ്ഞ ഒന്നിലും ആശ്രയിക്കാൻ അവർക്ക് അർഹതയില്ല. കുശവൻ കളിമണ്ണ് കുഴച്ച് കിണഞ്ഞു പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. ഒരേ മണ്ണിൽ നിന്ന്
ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ. ഇനിയും ജ്ഞാനത്തിൻ്റെ പുസ്തകം 14:22 വായിച്ചേ. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റു പറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റ് പറ്റിയാൽ എന്നാ പറ്റുമെന്നറിയോ? നമ്മുടെ ജനത്തിന്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തെറ്റുപറ്റിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോട്ട് പറയുന്നുണ്ട്, വായിച്ചോ. ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്രാചാരങ്ങളോടെയുള്ള മധുരോത്സവങ്ങളും നടത്തിയാലും. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ. നമ്മുടെ ജീവിതത്തിലെ ഒരു നല്ല ശതമാനം ആളുകളും സംഘർഷത്തിലാണ് ജീവിക്കുന്നത്. പള്ളി വരുമ്പോൾ സംഘർഷമാണ്, മനസ്സിൽ ടെൻഷനാണ്. എന്തൊക്കെയാണ് ടെൻഷൻ? ദൈവം പ്രാർത്ഥന കേട്ട് കാണൂ? ഞാൻ പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ? ഇനി എന്നാൽ പിന്നെ തിരുമേനിയെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. പ്രാർത്ഥിച്ച് നോക്കിയിട്ട് എന്നിട്ടും കേട്ടെന്ന് തോന്നുന്നില്ല, കാരണം ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ. പിന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങളുടെ നിങ്ങൾ ടെൻഷനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തെറ്റുപറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ടെൻഷൻ. ഓട്ടമാണ് മനുഷ്യൻ, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. നമ്മുടെയൊക്കെ ധാരണയിൽ എന്താണ്? ദൈവം ഒരു അത്ര വെളിവില്ലാത്ത, ഇടയ്ക്കൊക്കെ ഉറങ്ങിപ്പോകുന്ന, മെൻ്റൽ ഡിപ്രഷനുള്ള ഒരാളെ പോലെയാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തലയ്ക്കത് വന്നില്ല തന്നെ. നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ കർത്താവ് ഉറങ്ങിപ്പോവാണ് തന്നെ. നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് കൃത്യമായിട്ട് മറ്റേ കാര്യം പറഞ്ഞില്ല. ഞങ്ങൾ എഴുതി കൊടുത്തായിരുന്നു, തിരുമേനി ആ കാര്യം പ്രത്യേകം പറഞ്ഞു. നമ്മുടെ കാര്യമാണെന്ന് അറിയത്തില്ല, മൊത്തത്തിൽ രോഗികൾക്ക് വേണ്ടി പറഞ്ഞു. എന്നാലും ക്യാൻസർ രോഗം, വയറ്റിനകത്തുള്ള ആളുടെ കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ കർത്താവ് കാണാതെ പോവുമോ? നമ്മുടെ പ്രാർത്ഥനയുടെ ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമുക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് പലർക്കും. എന്നിട്ട് എന്ത് പറ്റുന്നു? സംഘർഷം കയറും. അന്നേരം ഇല്ലാത്ത സംഘർഷം കയറുകയാണ്. പിന്നെ പ്രാർത്ഥനയോട് പ്രാർത്ഥന, ബൈബിൾ വായനയോട് വായന, നോയമ്പെടുക്കുന്നതോട് നോയമ്പെടുക്കുക. 90 ദിവസം 100 ദിവസം വരെ നോയമ്പെടുക്കുന്നവരുണ്ട്. അപ്പോഴാണ് പ്രത്യേകം ഒരു അച്ഛൻ എഴുതി കൊടുക്കും 100 ദിവസം നോയമ്പെടുക്കുക. അന്നെങ്കിൽ 90. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുന്നു. പിന്നെ ശിശുബലി, ഗൂഢാനുഷ്ഠാനങ്ങൾ, വിചിത്ര ആരാധനകളോടുകൂടിയുള്ള മധുരോത്സവങ്ങൾ നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് ജീവിതം പാവനമായി സൂക്ഷിക്കണം, വിവാഹം പാവനമായി സൂക്ഷിക്കണം. പിന്നെ പകരം അവർ ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്തിൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു. രക്തച്ചൊരിച്ചിൽ, കൊല, മോഷണം, ചതി, അഴിമതി, അവിശ്വസ്തത, കലാപം, സത്യലംഘനം, പിന്നെ ശരിയേത് തെറ്റേതെന്നുള്ള ആശയക്കുഴപ്പം. ഇപ്പം എല്ലായിടത്തും ഇതാ പ്രശ്നം. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം ഏതാ ശരി ഏതാ തെറ്റ് ഒന്നും പിടികിട്ടുന്നില്ല. ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തവർ ദൈവവചനം എടുക്കുക, പറയുന്ന കാര്യം വചനത്തോട് യോജിക്കുന്നതാണോ നോക്കുക, വേറൊരു മാർഗ്ഗമില്ല. ദൈവവചനത്തോട് കാര്യങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ കൃതജ്ഞത, നന്ദിയില്ലായ്മ, ദൂഷണം, ലൈംഗിക വൈകൃതങ്ങൾ, വിവാഹ തകർച്ച. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തെറ്റുപറ്റിയ വ്യക്തികൾക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഇതൊക്കെ. ഈ ഡൈവോഴ്സുകൾ മുഴുവൻ നടക്കുന്ന എങ്ങനെയാണ്? ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തെറ്റുപറ്റിയത് കൊണ്ടാണ്. ഒരു പെണ്ണിന് കല്യാണാലോചന, നമ്മൾ നാട് നീളം നടന്ന് കല്യാണം എല്ലാം ആലോചിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് IELTS പാസ്സാകാൻ പറ്റുമോ, നേഴ്സാണോ എല്ലാം നോക്കി കല്യാണം ഉറപ്പിക്കും. കല്യാണം എല്ലാം ഉറപ്പിച്ചിട്ട് പറഞ്ഞു ഇത് ദൈവഹിതമാണ്, നമ്മളൊക്കെ നടത്തി കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോൾ ഡൈവോഴ്സ് ആകും. ഉടനെ ചോദിക്കും അത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരുന്നു നടത്തിയത്, പിന്നെ എന്നാ ഇങ്ങനെ വന്നേ? കുടുംബത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ നോക്കിയാണോ നിങ്ങൾ വിവാഹം നടത്തിയത്? അപ്പോൾ അല്ല. എന്തായിരിക്കും മാനദണ്ഡം? ഒന്ന്, ഒരു ചെറുക്കനെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടത് ഇവൻ പള്ളിയിൽ പോകുന്നവനാണോ, ഇവന് ദൈവമുള്ളവനാണോ, ഇവൻ ദൈവത്തെ ആരാധിക്കുന്നവനാണോ? അത് നോക്കാറുണ്ടോ? അത് നോക്കുകയില്ല. നല്ല കുടുംബമാണോ, എന്തുമാത്രം സ്വത്തുണ്ട്, എന്തുമാത്രം പണമുണ്ട്, എങ്ങനെയുണ്ട് കുടുംബം, ഇതെല്ലാം നോക്കിയിട്ട് ഒരാളെ വിലയിരുത്താൻ പോയാൽ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ആരെങ്കിലും സ്വീകരിക്കുമോ? നല്ല കുടുംബമായിരുന്നോ? യൂദാ കുടുംബം കൊള്ളുകയില്ലാത്ത കുടുംബമായിരുന്നു.
ഇസ്രായേലിലെ ഏറ്റവും തകർന്ന കുടുംബമായിരുന്നു യൂദാ കുടുംബം. വീടുണ്ടായിരുന്നു, യേശുവിനൊരു വീടുണ്ടായിരുന്നു. കർത്താവ് തന്നെ പറഞ്ഞില്ലേ എനിക്ക് വീടില്ലെന്ന്. എങ്ങനെയാണ് പറഞ്ഞത്? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമാണ്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റ് മണ്ണ് പോലും സ്വന്തമാക്കാൻ സാധിച്ചില്ലെന്നുള്ളതാണ് ക്രിസ്തു. നമ്മളിന്ന് എല്ലാത്തിനെയും വിലയിരുത്തുന്നത് എങ്ങനെയാണ്? മണ്ണെന്നാ ഉണ്ട്, കുടുംബം എങ്ങനെയുണ്ട്, വീട് എങ്ങനെയുണ്ട്, അല്ലേ? വീട് നമ്മളൊരു പെണ്ണിനെ കെട്ടിക്കാൻ പോകുമ്പോൾ എന്നാ നോക്കുന്നത്? നല്ല വീടൊക്കെയാണ് കേട്ടോ, ലോണാ, നല്ല വീടാ, വാടകയായിരിക്കും ചിലപ്പോൾ. അതെല്ലാം നമ്മൾ നമ്മുടെ പിള്ളേരുടെയൊക്കെ മനസ്സിൽ പോലും ഇങ്ങനെയാണ് കയറിയിരിക്കുന്നത്. ഒരിക്കലൊരു പയ്യനെ കൊണ്ട് തള്ള ഇവിടെ വന്നു. അവൻ പറഞ്ഞു, അപ്പോൾ അമ്മ പറഞ്ഞു ഇവനിപ്പോൾ ഭയങ്കര വഴക്കാണ് വീട്ടിൽ കിടന്ന്. ഞാൻ ചോദിച്ചു കാരണം എന്താ? അന്നേരം പറഞ്ഞു, ഒന്ന് ഇവനൊരു ബൈക്ക് വേണം, അതും വില കൂടിയ ബൈക്കുണ്ട്, 1.25 ലക്ഷം രൂപയുടെ ബൈക്ക്. 1.5 അങ്ങനത്തെ ഒരു ബൈക്കുണ്ട് അങ്ങനത്തെ. അതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ മൂന്ന് കൊച്ച കേൾക്കും, 2-3 പ്രാവശ്യം ഒച്ച കേൾക്കും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആശുപത്രിയിലും കിടക്കും. പിശാചിൻ്റെ കണ്ണ് പോലെയുള്ള ഷേപ്പൊക്കെ ഉള്ള ബൈക്കുകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു പയ്യൻ ഇതുപോലത്തെ ഒരു ബൈക്കും മേടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് കൂതാശിക്ക് വന്നു. ഞാൻ കൂതാശി ചെയ്യാൻ നോക്കിയപ്പോൾ 2 പിശാചിൻ്റെ കണ്ണ് പോലെ. ഞാൻ പറഞ്ഞു ഈ ബൈക്ക് കൊള്ളുകയല്ലാത്ത ബൈക്കാണ്, ഈ ബൈക്ക് നിനക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രയും സ്പീഡുള്ള ബൈക്ക് നിനക്ക് ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് ചോദിക്കും, എന്നാ മോശമാണെന്ന് പറഞ്ഞു. അവൻ കഷ്ടപ്പെട്ട് അച്ചായനെ ഒരു തരത്തിൽ കുപ്പിയിൽ ഇറക്കിയിട്ടാണ്, പാവപ്പെട്ട അച്ചായൻ ഇവിടെ അങ്ങനെ ഇരിപ്പുണ്ടോ നോക്കട്ടെ, ഇല്ല പുള്ളി വന്നിട്ടില്ല, പുള്ളിയെ കുപ്പിയിൽ ഇറക്കിയിട്ടാണ് ഇവൻ എന്ത് ചെയ്ത് ഈ ബൈക്ക് മേടിച്ചോണ്ട് മതി. വന്നപ്പോൾ ഞാൻ ഇതിനെന്ന് പറയുന്ന കമൻറ്റ്, നല്ല ബൈക്കാന്നൊക്കെ പറയണ്ടേ. ഞാൻ പറഞ്ഞു എടാ ഇത് കൊള്ളുകയില്ല, ഇത് പിശാചിൻ്റെ മുഖമാണ് ഇതിൻ്റെ, അതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് എല്ലാം പിശാചിൻ്റേതാണ്, അതുകൊണ്ട് ഈ ബൈക്ക് നിനക്ക് പറ്റുന്ന ബൈക്കല്ല. പിന്നെ കൂതാശി ചെയ്യാൻ കൊണ്ടുവന്നല്ല, ഞാൻ കൂതാശി ചെയ്താൽ കാശ് മേടിക്കുകയില്ല, അതുകൊണ്ട് എനിക്ക് എന്നാ വേണേലും പറയാമല്ലോ. കാരണം നാളെയും ഇവിടെ അങ്ങനത്തെ ബിസിനസ് ഇല്ല. ഇവിടെ കൂതാശ ചെയ്ത് കാശ് മേടിക്കുന്ന ബിസിനസ്സുകളൊന്നും നമ്മളിവിടെ ആ ബിസിനസ് ഒന്നും ഇവിടില്ല. വണ്ടി കൂതാശ ചെയ്യാൻ കൊണ്ട് സമയമുണ്ടോ ചെയ്യും, ഇല്ലെങ്കിൽ അച്ഛന്മാർ ചെയ്യും, അച്ഛന്മാരും ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. അല്ലെങ്കിൽ നാളെ ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പ്രത്യേക രീതിയിലുള്ള കൂതാശൊക്കെ നടത്തി ദൂക്കുറ്റിയൊക്കെ ഒന്ന് വീശി കറക്കി അടിച്ച് മേളിൽ കൂടിയൊക്കെ ഒന്ന് കറക്കി എന്നൊക്കെ വെക്കുകയാണെങ്കിൽ ആളുകൾ നോക്കണ്ടോ അവിടുത്തെ കൂതാശ കൊള്ളാൻ കേട്ടോ, സൂപ്പർ കൂതാശ, അടിച്ച് തകർത്താം നമുക്ക് കൂതാശ. അപ്പോൾ നമ്മളുള്ള കാര്യം പറഞ്ഞേടാ, ഇത് സംഗതി കുഴപ്പമാകും. അവനത് എന്നെ പോകുമ്പോൾ അവൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ മനസ്സിൽ തിരുമേനി ബാറക്കുമോർ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിലൊരു 4 തെറിയും പറഞ്ഞു കാണും, ഇയാൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. സത്യത്തിൽ എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആ ബൈക്കിൽ അവൻ ഒരിക്കൽ പോവുകയും വേറൊരു ബൈക്ക് വന്ന് അവൻ്റെ ഇടിച്ചിട്ട് അവൻ്റെ കാലിൻ്റെ ആ കാൽപ്പത്തിയുടെ നല്ല ശതമാനം പറഞ്ഞങ്ങ് പോയി, തൊലിയടക്കം ദശയടക്കം അങ്ങ് പോയി. എല്ലൊക്കെ ഉണ്ടോ അവിടെ കേട്ടോ, പേടിക്കാനൊന്നുമില്ല. ദശയൊക്കെ വേറെ സ്ഥലത്ത് നിന്ന് പറിച്ച് വെക്കാമല്ലോ എന്നേ. അവൻ്റെ ദശയെല്ലാം പറിച്ച് വെച്ച് കുറേ മാസങ്ങൾ ആശുപത്രിയിലൊക്കെ കിടന്ന് കാലിലിപ്പോഴിങ്ങനെ കറുത്ത പാടാണ്. എന്നിട്ട് പറഞ്ഞ് ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ ഞാൻ അന്നാ പറഞ്ഞ എടാ ഈ പിശാചിൻ്റെ ബൈക്കെ കയറരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, കണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഇന്നലെ ഒരു കൊച്ചു ഇവിടെ വന്നിരിക്കും, ഒരു കൊച്ചു പയ്യൻ, അവൻ ഇതിലെ വന്ന് ഞാൻ പുല്ലെല്ലാം കയറി ചാടുക. അപ്പം ഞാൻ പുറത്തോട്ടിറങ്ങി പറഞ്ഞു ഏതാ ഒരു പയ്യനാട് ആ പുല്ലിൻ്റെ മേളിൽ കയറി കിടന്ന് ചാടുന്നുണ്ട്, അവനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനോട് അവൻ പേടിച്ചൊക്കെ എന്നെ കാണുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വിളിപ്പിച്ചപ്പോൾ നോർമലി അവനൊരു ഭയമൊക്കെ കാണുമെന്ന് ഓർത്തു. അവൻ വളരെ കൂളായിട്ട് പറഞ്ഞു തിരുവേനിയെ ഞാൻ ഇടയ്ക്ക് ശാലുവിൽ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൊള്ളാമല്ലോ അതിന്. അപ്പം ഞാൻ നിനക്ക് എങ്ങനെ എന്നിട്ട് അവൻ പറയും ഞാൻ ശാലുവിലൊക്കെ കാണാറുണ്ട് കേട്ടോ, ചില പ്രസംഗമൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ ചില പ്രസംഗം നിനക്ക് ഇഷ്ടപ്പെടാറില്ലേന്ന് ചോദിച്ചു. ചിലതൊക്കെ ഇഷ്ടമാണ്, ചിലതൊന്നും വലിയ താല്പര്യമില്ലെന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് സത്യത്തിൽ താല്പര്യം ഉള്ളതേതാ? ഞാൻ വല്ല തമാശയൊക്കെ പറയണം, അതല്ല ചില കാര്യമൊക്കെ പറയും ഭയങ്കരമായിട്ട് എനിക്ക് ചിരിക്കാൻ വരുമെന്ന്, അതൊക്കെ എനിക്ക് താല്പര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് ഏത് പ്രസംഗമാണ് താല്പര്യം ഇല്ലാത്തത്? ചില പ്രസംഗം പറയുമ്പം എന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നും, അതാണ് എനിക്ക് പ്രശ്നം, അതും എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞ് ഈ സഭയിൽ എനിക്ക് ഇത്രയും ശത്രുക്കളുണ്ടാകാനും കാരണം ഇതാ. ഞാൻ ആരെക്കുറിച്ചും അല്ല പറയുന്നത്, പക്ഷേ അവർ കേൾക്കുമ്പം ഇവൻ എനിക്കിട്ടാണല്ലോ പണിയുന്നതെന്ന് അച്ഛന്മാർക്കും തോന്നാറുണ്ട്. അപ്പോൾ അവസാനം ഈ പയ്യൻ വന്നു, അവനൊരു സ്ഥലം വിറ്റിട്ട് സ്ഥലത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു 5 സെൻറ്റോ 10 സെൻറ്റോ സ്ഥലം വിൽക്കണം, നല്ല പൈസ കിട്ടും, ഒരു ബൈക്കും മേടിക്കാം, ഒരു വീടും പണിയണം.
എൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോഴത്തേന് നാണക്കേടാ ചുമ്മാ ഒരു വീടില്ലാതെ, എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീട് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് കാണാം അല്ലേ, ഒരു കാര്യം ചെയ്യ്. ഞാൻ പറഞ്ഞു നീ നാളെ. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് എന്താ നാണക്കേട്? മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ കൊച്ചായി പോവുക, ഒരു വീടില്ലാത്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഇതിൻ്റെ വാതിൽ കൂടെ പോകുമ്പോഴത്തേന് എൻ്റെ വീടാന്ന് പറയാനായിട്ട് പറ്റുന്നില്ല, കൊച്ചായി പോവുക. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺപിള്ളേരൊക്കെ വന്നു വെച്ച് എവിടെയാ വീട്? അപ്പോൾ ഞാൻ പറയില്ല, ഞാൻ പറയുന്നുണ്ട് അപ്പുറത്തൊരു വീടില്ലേ, ഒരു നീല നിറമുള്ള ആ വീടിൻ്റെ പുറകില്ലേ, അത് വലിയ പണക്കാരൻ്റെ വീടാണ്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞു. വല്ലവൻ്റെ വീടാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പം. കാരണം നാണക്കേടാണ്. അവരൊക്കെ നല്ല വലിയ കാറയിലൊക്കെ വന്ന് കോളേജിൻ്റെ വാതിൽ ഇറങ്ങുന്നു, ഞാൻ അന്നേരം ചുമ്മാ ബസ്സിൽ കയറി ചെല്ലുന്നു. വളരെ പ്രശ്നമാണ് എനിക്ക്. കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വീടുണ്ടാകണം. ഞാൻ പറഞ്ഞു നീ ഇവിടുന്ന് ബസ് കയറി അല്ലെ ബൈക്കിലോ ഇവിടുന്ന് വന്നാൽ എൻ്റെ കൂട്ടുകാരനെയും കൂട്ടി 8-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, 8-ാം മൈൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കേക്കറോ 8-ാം മൈൽ. 8-ാം മൈൽ ചിലപ്പോൾ വലത്തോട്ടൊരു വഴിയുണ്ട്, അതിലെ വലത്തെ വഴി കയറി പോകണം. 1 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴത്തേന് ഇടത്തോട്ടൊരു വഴിയുണ്ട്, അതിലേ കയറി കുറച്ച് പോകണം. അങ്ങനെ ഇടത്തോട്ടൊരു വഴിയിൽ ചെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ വലത്തോട്ടൊരു വഴിയുണ്ട്, അപ്പോൾ അതിൽ നീ കുറച്ച് ദൂരം പോകണം. അപ്പോൾ ഒരു ജംഗ്ഷനിലെത്തും. ആ ജംഗ്ഷനിൽ ചെല്ലുമ്പം നീ അവിടെ ചെന്ന് ചോദിക്കണം അവിടെ തൂത്തുട്ടിപ്പള്ളിയിലിരിക്കുന്ന ഫീലിക്സ് യൂണിവേഴ്സിറ്റിയുടെ വീട് ഏതാണ്. അപ്പോൾ അവർ കാണിച്ചു തരും. നീ ആ വീട്ടോട്ട് കയറി ചെല്ലണം. എന്നിട്ട് പറയണം തിരുമേനി പറഞ്ഞു വിട്ടതാണ്, ഞാൻ ഇവിടം വരെ ഒന്ന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ വെള്ളമെല്ലാം കുടിക്കാൻ തരും. അതും കുടിച്ചേച്ച് നീ ഇങ്ങോട്ട് പോരാൻ പറയും. അവനവിടെ പോയി നേരെ തിരിച്ചു വന്നു. എന്നോട് വന്ന് പറയുകയാണേ, അല്ല എനിക്ക് വീടും വേണ്ട, എനിക്ക് ബൈക്കും വേണ്ട. കാരണം എന്താണ്, ഞാൻ ഈ 50 വയസ്സായിട്ട് ഞാൻ ഷമ്മാശനായി ഇറങ്ങിപ്പോകുന്ന വീട്, ഞാൻ എഴുന്നേറ്റ് പോകുന്ന കട്ടിലയിലെ കയറ് മാറാൻ പറ്റിയിട്ടില്ല. അവിടെ കയറ് കെട്ടിലായിരുന്നു. ആ കയറായിട്ടിരിക്കുകയാണ്. അത് വലക മേടിച്ചടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഒരു മോട്ടോർ വാഹനം ഞാൻ പട്ടം കൊടുത്ത് അച്ഛന്മാർക്കൊക്കെ വീടായി, കാറായി. എൻ്റെ വീട്ടിൽ ഒരു മോട്ടോർ വാഹനം ഇതുവരെയും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ എന്നെ കാണുമ്പോൾ കൊച്ചായിട്ടാണോ കാണുന്നത്, വലുതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്? എൻ്റെ വീട് ചെറുതാണ്, എനിക്ക് വാഹനം, ഞാൻ ഇന്ന് വരെ ഒരു ലോകത്തിൽ എവിടെയെങ്കിലും ചെന്നപ്പോഴത്തേനും വീടിൻ്റെ വലിപ്പമോ കാറിൻ്റെ വലിപ്പമോ വാഹനങ്ങളുടെ വലിപ്പമോ ഒന്നും ആരും ചോദിച്ചിട്ടില്ല. എന്താണ്, ആരും ഇതൊന്നും ചോദിക്കാതെ എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് നീ എന്നെ ചെറുതായിട്ടാണോ ഇപ്പോൾ കാണുന്നത്? അപ്പോൾ പറഞ്ഞു അല്ലെന്ന് പറഞ്ഞു. എങ്കിൽ നിനക്കൊരു വീടിൻ്റെയോ ഒരു ബൈക്കിൻ്റെയോ ആവശ്യമില്ല നിന്നെ ലോകം വലുതായി കാണാൻ. നീ വലിയവനായാൽ മതി, നിൻ്റെ മനസ്സ് വലുതായാൽ മതി. ആ പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരെ പോകുമ്പോൾ ഞാൻ തള്ളയോട് പിന്നെ ചോദിച്ചു എങ്ങനെയുണ്ട്? അവനിപ്പം വീടിൻ്റെ കാര്യവും പറയുന്നില്ല, ബൈക്കിൻ്റെ കാര്യവും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ വീടും കാറും ഇതൊന്നും അല്ല നമുക്ക് പ്രധാനം. ഞാൻ ബാക്കി 14 ബാക്കി വായിച്ചേ. ശരി ഏതെന്നുള്ള ആശയക്കുഴപ്പം ഉള്ളി കിടക്കുക. ആര് പറയുന്ന ശരി? പിന്നെ കൃതജ്ഞത, ദൂഷണം, ലൈംഗിക വൈകൃതം, വിവാഹ തകർച്ച, വ്യഭിചാരം, വിഷയാസക്തി ഇവ നടമാടുന്നു. പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ്. ആ വിഗ്രഹങ്ങൾക്കകത്ത് സമ്പത്തും പെടുന്നുണ്ട്, ആ വിഗ്രഹങ്ങൾക്കകത്ത് വ്യക്തികൾ പെടുന്നുണ്ട്. നമുക്കുടെ ഹൃദയത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊണ്ടാകണം. ദൈവത്തിനാണ് 1-ാം സ്ഥാനം. ആ സത്യം നമ്മൾ ജനത്തെ പഠിപ്പിക്കണം. നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ ദേവാലയത്തിന് പിന്നിലും ഒരു മഹാപുരോഹിതൻ എന്നുള്ള എൻ്റെ പിന്നിലും ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. ആ വിശ്വാസത്തിന് പുറത്താണ് നിൽക്കുന്നത്. നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്നെ വിശ്വസിച്ചിട്ടല്ല, എൻ്റെ പിന്നിൽ ദൈവമുണ്ടെന്ന് സഭ പറഞ്ഞിട്ടുണ്ട്, അത് വിശ്വസിച്ചായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ദേവാലയത്തിൽ വരുമ്പോൾ എന്നെയാണോ കാണേണ്ടത്, ദൈവത്തെയാണോ കാണേണ്ടത്? നിങ്ങൾ ആദ്യം വരേണ്ടത് എവിടെയാണ്? ഇവിടെ വരണം, ദേവാലയത്തിൽ വരണം, ദൈവത്തോട് സംസാരിക്കണം. നിങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ എന്നോട് പറയാനുള്ളതെല്ലാം ഇവിടെ ആര് പ്രസംഗിക്കാൻ വന്നാലും അവരുടെ നാവിലൂടെ എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുക. കൃത്യമായിട്ട് കേൾക്കും. നിങ്ങൾക്ക് ഏത് ഉത്തരം വേണമെങ്കിലും നിങ്ങൾ വീട്ടിൽ വെച്ച് കൃത്യമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോരുക. ദൈവമേ എനിക്ക് ഇന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണം. ആ ഉത്തരം ഇന്ന് തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തിൽ 2 മണി വരെ 4 മണി വരെയുള്ള പ്രസംഗത്തിൽ എന്നോട് ഏതെങ്കിലും വിധത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ വന്നിരുന്നു. കൃത്യമായ ഉത്തരം കിട്ടും, കൃത്യമായ ഉത്തരം കിട്ടും.
ഇനി പറഞ്ഞില്ലേലും കിട്ടും. പക്ഷേ നിങ്ങൾ വിചാരിക്കുക അത് തിരുമേനി എങ്ങാനും ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞതായിരിക്കും കേട്ടോ, ആരേലും ഫോൺ ചെയ്ത് പറഞ്ഞതായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതല്ല, സത്യത്തിൽ പരിശുദ്ധാത്മാവ് പറയിക്കുന്നതാണ്. അപ്പം ഈ അറിവുണ്ടാകണം, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ. ആ അറിവിൽ ഏറ്റവും വലിയ അറിവാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:1-3 വരെയുള്ള വചനം. എന്താണത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ആരാണ്? ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ആരെ അറിയുകയാണ് അർത്ഥം? വചനത്തെ അറിയുക എന്നുള്ളതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വേദപുസ്തകം മുഴുവൻ വായിച്ചിട്ടുള്ളൊരു കൈവയ്ക്ക് അത് നിങ്ങൾ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. കാരണം നമുക്ക് പ്രായം ഇനിയും എത്രയൊക്കെ അല്ലേ ആയുള്ളൂ ഇന്നു മുതൽ. കാരണം ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് വചനത്തെ അറിയുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ വായിക്കണ്ടേ? ഒരു പ്രാവശ്യമെങ്കിലും. ഞാൻ ഈ അടുത്ത കാലത്ത് ദുബായിലാണ് ഖത്തറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പുള്ളിക്കാരത്തി എനിക്ക് കുറേ ബുക്കുകൾ എടുത്തുകൊണ്ടത്. ഞാൻ പറയും, ഞാൻ കൊറോണ കാലത്ത് വേദപുസ്തകം ഒരു ബുക്കിലേക്ക് എഴുതിയതാണ്. കുറേ പുസ്തകം മൊത്തം എഴുതിയിരിക്കുക, മുഴുവൻ എഴുതി. നിങ്ങളോട് ഞാൻ എഴുതാനൊന്നും പറയുന്നില്ല, പക്ഷേ വായിക്കാമല്ലോ. അപ്പോൾ മൊബൈലിലൊക്കെ ബൈബിളുണ്ട്. ഏത് ബൈബിൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും മൊബൈലിൽ കിട്ടും. മൊബൈലാകുമ്പോഴത്തേന് എന്ത് ചെയ്യാം, റെയിൽവേ സ്റ്റേഷനിലിരുന്നോ ബസ്സിലിരുന്നോ ഒക്കെ നമുക്ക് വായിക്കാമല്ലോ. നിങ്ങൾ ബൈബിൾ വായിച്ചു തുടങ്ങണം. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായത്, വചനം ദൈവത്തോടു കൂടി, വചനം ദൈവമാണ്. പിന്നെ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വെളിച്ചം കിട്ടിയാൽ മാത്രമേ, അതാണല്ലോ പ്രധാനം. നമ്മളിപ്പോൾ ഇരുട്ടാണ്, എല്ലാ ദിവസവും ഇരുട്ടാണത്തെ അവസ്ഥ എന്താ? ഒരു 2-3 ദിവസം സൂര്യൻ ഉദിച്ചില്ല, മൊത്തം ഇരുട്ടാണ്. എന്തു പറ്റും? ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ഈ മരങ്ങളുടെ ഇല മുഴുവൻ പൊഴിഞ്ഞ് താഴെ വീഴും. പിന്നെ രോഗാണുക്കളൊക്കെ ഈ സൂര്യപ്രകാശം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ, അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് രോഗാണുക്കൾ പടരും. നമുക്ക് വിറ്റാമിൻ ഡി ഒക്കെ കിട്ടാതെ നമ്മുടെ ബോഡിയിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ മൊത്തം തീർന്നു പോകും സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് ചില കുടുംബങ്ങളൊക്കെ അങ്ങ് വെളുത്തു പോകുന്നത് വല്ലാതെ. കാരണം എന്താണെന്ന് അറിയും? വചനമില്ല. വചനത്തിന് ജീവനുണ്ട്, ആ ജീവൻ വെളിച്ചമാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവനുണ്ടാകണം, വെളിച്ചമുണ്ടാകണം. ഈ 2 കാര്യങ്ങളുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വചനം വരണം. അല്ലാതെ നിങ്ങൾ ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയതുകൊണ്ടോ ഏത് അച്ഛന്മാരുടെ അടുക്ക് പോയതുകൊണ്ടോ വലിയ പ്രയോജനമൊന്നും കിട്ടുകയില്ല. നിങ്ങൾ വചനത്തിൻ്റെ അടുക്കിലേക്ക് വരണം. മിക്കവാറും എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും വചനമാണ് പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ പോയാൽ വചനം നിങ്ങളെ രക്ഷപ്പെടുത്തും. ഒരച്ഛനും ഒരു ബിഷപ്പും നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല. നമ്മൾ തന്നെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കുക. പിന്നെ നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? ഞാൻ എങ്ങനെയാണെന്ന് രക്ഷപ്പെടുന്നത് വിചാരിച്ചാൽ ഞാനിരിക്കുന്നത്. ദൈവമേ, എങ്ങനെയും ആയുഷ്കാലം വലിയ പ്രശ്നമില്ലാതെ ജീവിച്ച് മരിക്കണമെന്ന് വിചാരിച്ച് ഞാനിവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെ രക്ഷയ്ക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് എന്നാ കാര്യം? നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. അങ്ങനൊരു വചനമുണ്ട്, യാക്കോബ് ശ്ലീഹ 1:21. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. വിനയപൂർവ്വം വചനത്തെ സ്വീകരിക്കുക. വേറൊരു മാർഗവും രക്ഷപ്പെടാൻ. അങ്ങനെ അങ്ങ് സ്വീകരിച്ചാൽ ആ വചനം നിങ്ങളെ രക്ഷിക്കും. ഇതൊരു സത്യമാണ്. രക്ഷിക്കും, ആ വചനം നിങ്ങളെ രക്ഷിക്കും. പലരും അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വചനത്തിൽ വിശ്വസിച്ചിട്ട് രക്ഷപ്പെട്ട പലരെയും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. ആവർത്തന പുസ്തകം 4:12. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. രൂപം കണ്ടില്ല, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. വചനത്തിന് ഒരർത്ഥമുണ്ട്. എന്നാണെന്നറിയോ? ശബ്ദം, സ്വരം. ഇപ്പോൾ ലോഗോസ് എന്ന് പറയുന്ന, വചനം എന്ന് പറഞ്ഞാൽ ലോഗോസാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ശബ്ദമെന്നാണ്, അഥവാ സ്വരമെന്നാണ്. അങ്ങനെയാണെങ്കിൽ വചനത്തിൻ്റെ മറ്റൊരർത്ഥമാണ് സ്വരം. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ സംസാരിച്ചത് ആര് തന്നെയായിരുന്നു?
വചനമാണ്. ക്രിസ്തുവാണ് സംസാരിച്ചത് ആത്മാവിൽ. പ്രവാചകന്മാരോട് സംസാരിച്ചത് വചനമാണ്. ഇനി വായിച്ചേ. തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു. തൻ്റെ ഉടമ്പടികൾ പ്രഖ്യാപിച്ചു. പിന്നെ നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. കണ്ടോ, അത് 10 കൽപ്പനയായിട്ട് എഴുതി കൈ തന്നു. നിങ്ങളിത് പാലിക്കണം. ലോകത്തിലെ എല്ലാ നിയമങ്ങളും ഉണ്ടായിട്ടുള്ളത് ഈ 10 കൽപ്പനയെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ അതൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ 10 കൽപ്പന വഴിയാണ്, 10 കൽപ്പനയിലൂടെയാണ്. അപ്പോൾ ഈ ദൈവകൽപ്പനകൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം എന്താ സംഭവിക്കുന്നത്? അയാൾ ദൈവത്തെ വേണ്ടെന്ന് വെക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അയാളുടെ ജീവിതം വെളിച്ചം വേണ്ടെന്ന് വെക്കുകയാണ്, ഇരുട്ടിലേക്ക് പോവുകയാണ്. 2 ജീവനിൽ നിന്ന് അകലുകയാണ്. 2 കാര്യമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നടക്കുന്നത്. 1 ജീവനിൽ നിന്ന് അകന്നു പോകുന്നു, 2 വെളിച്ചം നഷ്ടപ്പെടുന്നു. നമ്മളിന്ന് നോക്കിയാൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ എല്ലാ അവസ്ഥ എന്താണ്? വെളിച്ചം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ജീവൻ കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ജീവൻ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം വചനമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കണം? വചനം പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സുവിശേഷം പഠിപ്പിക്കണം, യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കണം. സൺഡേ സ്കൂൾ അധ്യാപകർ എന്ത് ചെയ്യണം? കുറച്ച് സുവിശേഷത്തിൽ നിന്ന് ഇച്ചിരി ആഴത്തിൽ പഠിപ്പിക്കണം, ബോധ്യത്തോടു കൂടി പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടാകണം. അതിന് പകരം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന എന്താണ്? നമ്മൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നമ്മുടെ സൺഡേ സ്കൂളിന് കിട്ടണം. അതാണ് നമ്മുടെ ആഗ്രഹം. അതിനല്ല നമ്മൾ കുട്ടികളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്, യേശുവിനെ കൊടുക്കാനാണ്. അഖിലമലങ്കര മത്സരത്തിൽ 1ാം സ്ഥാനം നമ്മുടെ സൺഡേ സ്കൂളിനോ ഒന്നും കിട്ടാൻ വേണ്ടി അല്ല നമ്മൾ കുട്ടികളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കേണ്ടത്, യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യേശുവിനെ അറിയുക എന്ന് പറയുന്നത് അത് അന്ന് കേട്ട സ്വരമാണ്. ഇതുതന്നെയാണ് മോശ കേട്ടത്. മോശ അത്രയും നാളും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ വികാരങ്ങൾക്കനുസരിച്ച് ഈജിപ്തിൽ കണ്ട ദൈവങ്ങളെയൊക്കെ ആരാധിച്ച് മണിയടിച്ചുകൊണ്ട് മോശ അങ്ങനെയൊക്കെ ജീവിച്ചത്. ദൈവം ആരാന്നറിയത്തില്ല, ഉള്ള ദൈവത്തെയൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒക്കെട്ടെന്ന് വിചാരിച്ച് ആരാധിച്ചിരിക്കുകയാണ്. നേർച്ചയിട്ട് നോക്കി, വഴിപാടിട്ട് നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, മെഴുകുതിരി എത്തിച്ച് നോക്കി, എല്ലാം ചെയ്ത് നോക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യാതിരിക്കുമോ? അങ്ങനെ നടന്ന മോശയ്ക്ക് ഒരു ദിവസം അഗ്നിയുടെ മധ്യത്തിൽ ഒരാൾ നിൽക്കുന്നു. നേർച്ചയും വഴിപാടും ഒന്നും നടത്തിയിട്ട് വന്ന ആളല്ല, പൂജിച്ച് താഴോട്ടിറക്കിയതല്ല, നോയിമ്പെടുത്ത് മോശ ഇറക്കിക്കൊണ്ട് വന്ന ആളല്ലായിരുന്നു അഗ്നിയിൽ വന്നത്. മോശയെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നയാളാണ്. അതാ ദൈവം. നമ്മൾ ഓർക്കുന്ന എന്താണ്? നമ്മൾ ഉപവസിച്ച് ഇറക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിളിച്ചിറക്കിയാൽ ഇറങ്ങുന്ന ആളല്ല ദൈവം. മറിച്ച് നമ്മളെ കണ്ട് ഇറങ്ങി വരുന്നവനാണ് ദൈവം. മോശയ്ക്ക് വേണ്ടിയല്ല ഇറങ്ങി വന്നത്, നമുക്ക് വേണ്ടിയാണ്. ഇറങ്ങി വന്നു, അവൻ വിളിച്ചു, മോശ. അങ്ങ് ആരാ? ഞാൻ തന്നെ ഞാനിവിടെ പറഞ്ഞത് നിൻ്റെ അപ്പൻ്റെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കണം, സ്വരമാണ് കേട്ടത്, ദൈവസ്വരം. ആ സ്വരത്തിന് പറയുന്ന പേരാണ് വചനം. അതാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ആ വേദപുസ്തകം തുറന്ന് ഇന്ന് വരെയും നമ്മൾ എത്ര ഞായറാഴ്ച ഇവിടെ ഇരുന്ന് തൂങ്ങാൻ തുടങ്ങിയിട്ടല്ലേ? എന്തൊരു സുഖമാണ് സത്യത്തിൽ. 1 ഫാനിൻ്റെ കാറ്റ്, 2 എൻ്റെ പറപുറ എന്നുള്ള സ്വരം. ഇത് കേട്ടിട്ട് ഉറങ്ങാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും ഇനി ഏത് പാറമടയുടെ അടുത്ത് കൊണ്ടുപോയി വീട് വെച്ചാലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഉറക്കത്തിൻ്റെ പ്രശ്നം വരികയില്ല. അപ്പോൾ ഈ 2-3 വർഷം, കുറേ വർഷമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിപ്പാണ്. നമ്മൾ ഈ പരിപാടിയല്ല അവസാനിപ്പിക്കേണ്ടത്. നിങ്ങൾ വേദപുസ്തകം എടുക്കണം, ഉറക്കം അവസാനിപ്പിക്കണം, എന്നിട്ട് ബൈബിൾ എടുക്കണം. കിട്ടുന്ന ബൈബിൾ വാക്യങ്ങളിലൂടെയൊക്കെ നമ്മളെന്ത് ചെയ്യണം? ദൈവത്തെ തിരയണം, വീണ്ടും വീണ്ടും വായിക്കണം. അതിലൂടെ ദൈവസ്വരം കേൾക്കണം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. അപ്പോൾ ദൈവവചനത്തിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങും. ആ സ്വരം നമ്മളെ പുതിയ വഴിയിലൂടെ നയിക്കും. എന്നെ കുറേ പേര് ഞാൻ അച്ഛനായിരിക്കുന്ന കാലത്ത് കുറച്ച് പേരെ 1-2 പേര് കൂടി എന്നെ വലിയ വെട്ടി വീഴ്ത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്.
ഒരച്ഛനെന്ന നിലയിൽ എന്നെ കൊണ്ട് കുഴി ചാടിച്ച് നല്ല വാക്ക് പറഞ്ഞ് കുഴി ചാടിക്കാനായിട്ടിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ അതിനകത്ത് കുഴിയിൽ വീഴാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വഴിയാണെന്ന് ഓർത്ത് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. അവർ പറഞ്ഞ് ഞങ്ങളുടെ പള്ളിയിലേക്ക് അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് സന്തോഷമായി. അങ്ങനെയൊക്കെ കൊള്ളാം. ഞങ്ങൾ തിരുമേനിയോട് പറഞ്ഞു കഴിഞ്ഞു, പള്ളി കമ്മിറ്റി തീരുമാനം എടുത്തു കഴിഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ കൂട്ടത്തിൽ ഈ മനുഷ്യൻ ഒരു പറച്ചിലൂടെ, അച്ഛാ, പള്ളിയുടെ ഫ്രണ്ടിൽ എൻ്റെ 2 വീട് കിടപ്പുണ്ട്, ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകണം. അച്ഛൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് അമേരിക്ക വിസ ശരിയായത്. 12 വർഷമായി കിട്ടാതെ കിടന്നതാണ്. അതുകൊണ്ട് ഈ 2 വീടും അച്ഛന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. 2 വീടെങ്കിൽ 2 വീട് പോലും നമുക്ക് ധ്യാനിപ്പിക്കാമല്ലോ, ആളുകളെ താമസിപ്പിക്കാം. ആ വീട്ടിൽ പെണ്ണുങ്ങളെ താമസിപ്പിക്കുന്നു, ഈ വീട്ടിൽ ആണുങ്ങളെ താമസിപ്പിക്കുന്നു. പള്ളിയിൽ ഞാൻ താമസിക്കുന്നു. പള്ളി മൊത്തം ധ്യാനത്തിന് വലിയ പള്ളി തുറന്നു കിടക്കുന്നു. കറണ്ട്, ഫാന്, ലൈറ്റ് എല്ലാം ഉള്ള പള്ളി. ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ ബൾബ് മാറണമെങ്കിൽ നമ്മൾ കാത്തിരിക്കുക, ആരെ കിട്ടും ഒരു ബൾബ് മാറ്റിക്കാൻ. കുന്തിരിക്ക എല്ലാ ദിവസവും ഇടാറില്ല. കാരണം എന്താണ്? എല്ലാ ദിവസവും കുന്തിരിക്ക ഇട്ടാൽ പള്ളി പൂട്ടിപ്പോവും. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം മാത്രമേ കുന്തിരിക്ക ഇടിയിലുള്ളൂ. മെഴുകുതിരി കത്തിയിലും കുറവാണ്. കാരണം എന്താണ്? മെഴുകുതിരി തീർന്നു പോയാൽ പിന്നെ വേറെ മേടിക്കാനില്ല. അന്നത്തെ സാമ്പത്തിക ക്രൈസിസ് അതായിരുന്നു പള്ളിക്ക്. അപ്പോഴാണ് ഒരു വലിയ പള്ളിയിലേക്ക് കുക്കിനെ വെക്കും, ഭക്ഷണം ഉണ്ടാക്കി തരാൻ. ഞാനിവിടെ എന്ത് ചെയ്യുകയാണ്, രാവിലെ ചേന ചെത്തി പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുക. ഉച്ചയാകുമ്പോഴത്തേനും വലിയൊരു ചേന എടുക്കും, എന്നിട്ട് അതിൻ്റെ ഒരു മൂല അങ്ങോട്ട് ചെത്തും. അപ്പോൾ നിങ്ങളോർക്കും ചൊറിയുകയല്ലേ? ചൊറിയാതെ ചെത്താൻ എനിക്കറിയാം. അത് കുക്കറിനകത്തോടെ ഇട്ടിട്ട് നല്ല ഷൂ എന്ന് പറഞ്ഞിട്ട് വേവിച്ച് 2 വിസിലടിക്കുമ്പോൾ ഒരു മിക്സിക്കകത്തോട്ട് പച്ചമുളകും കൊണ്ട് വാരി എറിയും. അതൊക്കെ 2-3 മിനിറ്റ് കൊണ്ടൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ട് ഈ കൗൺസിലിങ്ങിന് വരുന്നവന് ചേന പുഴുങ്ങിയതും തേങ്ങായും ചമ്മന്തിയും കൊടുത്ത് അവനെ വയറ് നിറപ്പിച്ചിട്ട് ഞാൻ കൗൺസിലിങ് തുടരും. അങ്ങനെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം പുല്ലിന് വെള്ളം അടിക്കാൻ പോകും. പിന്നെ അങ്ങനെ ഓരോ പണിയും. പിന്നെ രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കാണ് കുക്കിനെ വെക്കും, ക്ലീനിങ് സ്റ്റാഫ് എല്ലാം വെക്കുന്ന ഒരു പള്ളി. എനിക്ക് സന്തോഷമായി. ദൈവം ഓരോ മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ഇങ്ങനെയല്ലേ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് എനിക്കൊരു വചനം, എന്താണെന്നറിയോ? നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് ഈ വാക്യം വായിച്ചു. അപ്പോഴാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, പിശാച് അവനോട് പറഞ്ഞു, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തോ കുരുക്കുണ്ട് ഇതിനകത്ത്, എന്തോ കുരുക്കുണ്ട്. ഞാൻ പെട്ടെന്ന് ഇയാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരാ, നിങ്ങൾ ഇന്നാൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിങ്ങനെ ഒരു ആലോചന പറഞ്ഞില്ലേ? ഞാൻ ആലോചന വേണ്ടെന്ന് വെച്ചു. അതിനാച്ചാ ഞാൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ലെന്ന്. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛന് നടുവ്, അന്നേരം നേരത്തെ വേറൊരു ഓഫർ കൂടി ഉണ്ടായിരുന്നു, അച്ഛനൊരു നടുവേദനയില്ലേ? നടുവേദനയുണ്ട്. ബൈക്കേ യാത്ര ചെയ്ത് 150 കിലോമീറ്ററൊക്കെയാണ് ബൈക്കേ പോകുന്നത്. 200, 150 ഒക്കെ ബൈക്കേൽ വെച്ച് പിടിക്കുകയാണ്. മഴയത്തൊക്കെ ഓർഗണും വെച്ച് കെട്ടി ധ്യാനിപ്പിക്കാൻ പോവുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ഇടുക്കി വരെ ഒറ്റ സ്ട്രെച്ചിന് എങ്ങും നിർത്താതെ ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് മഴയത്ത്, ഫുൾ മഴ. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരവസ്ഥയിൽ ഇതാ കർത്താവ് ഇങ്ങനെ വചനം, നീ പോകരുത്. അപ്പോഴാണ് ഇദ്ദേഹം എനിക്കൊരു ബുള്ളറ്റ് തരാമെന്ന് പറഞ്ഞു. എൻ്റെ മകൻ്റെ ബുള്ളറ്റ് തിരുമേനിക്ക് തരാൻ പോവുക, അല്ല അച്ഛന് തരാൻ പോവുക. ഞങ്ങൾ അമേരിക്കയിൽ പോവല്ലേ, നാട്ടിൽ വരുമ്പോൾ വല്ലപ്പോഴും ഒന്ന് ഉപയോഗിക്കാൻ തന്നാൽ മതി, ബാക്കിയല്ല അച്ഛൻ ഉപയോഗിക്കുന്നത്. അതാകുമ്പോഴത്തേനും നടുവിന് കണ്ണിക്ക് കുഴപ്പമുണ്ടാകുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ബൈക്ക് വേണ്ട. അതിനാച്ചാ ഞങ്ങളൊരു പണക്കാണോ? ഇയാൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഈ ബൈക്കിന് 7 തവണ അടയ്ക്കാനുണ്ട്. അടയ്ക്കാതെ കമ്പനിക്കാർ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ പുള്ളി വിചാരിച്ചിരിക്കുന്നത് എന്താണ്, പ്രാർത്ഥിക്കുന്ന അച്ഛൻ്റെ കൊടുത്താൽ അച്ഛൻ എന്ത് ചെയ്യും, കമ്പനിക്കാരെ ബന്ധിച്ച് ഈ ബൈക്ക് സംരക്ഷിച്ചോളൂ. പിന്നെയാണ് ഞാൻ അറിയുന്നത്, ഈ 2 വീടുണ്ടെന്ന് പറയുന്നത് പെങ്ങടെ ഒപ്പ്, കള്ളയൊപ്പിട്ട് പുള്ളി എന്ത് ചെയ്യുകയാണ്, സ്വന്തം പേരിൽ ഈ സ്ഥലം എഴുതിയെടുത്തിരിക്കുകയാണ്. 3 അനേകം പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. അവർ വന്ന് ഈ വീട്ടിലെ സാധനം ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചാൽ എന്തു ചെയ്യും, ഞാൻ ആരെയും കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ കാണുന്നത് ഒരു അൽസേഷൻ നായയ്ക്ക് തുല്യമായിട്ടാണ്. ഇയാളുടെ സ്വത്തും സമ്പത്തും സംരക്ഷിക്കാനുള്ള അൽസേഷൻ നായ.
ഇതുപോലെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും ഒക്കെ കാണുന്നത് ഇതുപോലത്തെ പല ഇതിലാണ്. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിലെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ശിപായി, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അല്ലെങ്കിൽ പുള്ളിയുടെ നമ്മുടെ സ്വത്തൊക്കെ സംരക്ഷിക്കാനും കൂലിക്ക് പ്രാർത്ഥിക്കുന്ന ആൾ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കാണുന്നത്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി, ദൈവം നിയമിച്ച റെപ്രസെൻറ്റേറ്റീവായി, മനുഷ്യനാണെങ്കിലും കുറവുള്ളവനാണ്, ദൈവമാണ് അയാളെ എനിക്ക് മുമ്പിൽ നിയമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കാണുന്നവന് മാത്രമേ ഗുണാകത്തുള്ളൂ. അല്ലാത്ത ഒരാൾക്കും ഞങ്ങളാരും ഗുണപ്പെടുകയില്ല പ്രിയമുള്ളവരെ. അതൊക്കെ സത്യമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തോണം, ഈ പിശാച് ഇതുപോലെ പല മനുഷ്യൻ്റെയും ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ കാത്തിരിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഞാൻ അവിടുന്ന് തല ഊരി കെണിയിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കെണി, പലതരത്തിലുള്ള കെണികൾ പിശാച് മനുഷ്യൻ്റെ ജീവിതത്തിൽ വെക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ കെണി വല്ലതും വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ പിശാച് ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തോണം, ഇതാ വചനത്തിൻ്റെയും സത്യത്തിൻ്റെയും വഴിത്താരയിലൂടെ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ മോഹങ്ങൾക്കും നിങ്ങളുടെ താല്പര്യത്തിനും ഒത്ത് ജീവിക്കാനാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയില്ല. അതാ പ്രശ്നം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുകയില്ല. ദൈവം നമ്മൾ കൂടെ ഉണ്ടാകണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം. അതാണ് വചനത്തിൻ്റെ വഴി. 1 യോഹന്നാൻ 2:6, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ പോകണം. അതാണ് യോഹന്നാൻ 14:6, വഴിയും സത്യവും ജീവനും ഞാനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, ഞാനാണ് ആടുകളുടെ വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ അകത്ത് വരികയും പുറത്ത് കിടക്കുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. എനിക്ക് മുമ്പേ വന്നവർ കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനാണ് നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. ഇത്രയുമൊക്കെ നമ്മളോട് പറഞ്ഞ ഒരു ഇടയനെ സ്വീകരിക്കാൻ പറ്റാത്ത ആളുകൾ വേറെ ഏത് ഇടയനെ സ്വീകരിക്കാൻ? ആ ഇടയനെ മാനിക്കാത്തവൻ എന്ത് ഇടയത്തെ ശുശ്രൂഷ ചെയ്യാൻ? ഞാൻ യേശുവിനെ മാനിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ഇടയത്തെ ശുശ്രൂഷ ചെയ്യാനാ? ഇതിൽ വലിയ ഇടയനുണ്ടോ? ഇടയനായ യേശു ക്രിസ്തുവിനെ, അവൻ്റെ വാക്കുകൾ, അവൻ്റെ വചനങ്ങൾ, സുവിശേഷം, അതിനെ വീട്ടിൽ മാനിക്കാത്തവർ നിങ്ങളെ ഏത് ഇടയൻ രക്ഷിക്കുമെന്നാണ് പറയുന്നത്? ഒരു ഇടയനും നിങ്ങളെ രക്ഷിക്കുകയില്ല. അതിനുള്ള കൽപ്പ് ആ ഇടയനില്ല. ഇത് മാംസരക്തങ്ങളല്ലേ, അതിനുള്ള കൽപ്പില്ല. ഒറ്റ ബലത്തിലാണ് നിൽക്കുന്നത്. എന്താണ്? പൗരോഹിത്യം എന്ന കൂദാശയുടെ ബലത്തിൽ, വേറൊന്നുമില്ല ബലം. ബാക്കിയെല്ലാം ദുർബലമാണ്. ഒറ്റ കൈവപ്പിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ബാക്കി എന്തിൽ നിങ്ങൾ വിശ്വസിക്കും? അതുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് പാർട്ടികളെ ഒന്നും വിശ്വസിക്കരുത്. അതുകൊണ്ട് യഥാർത്ഥ അറിവിലേക്ക് നമ്മൾ വരണം. ഇനി ആ അറിവിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴോ വരികയാണെങ്കിലോ വചനം, അതാണ് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചത് അല്ലേ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടവരാണ് നിങ്ങൾ. ആ അടിത്തറ, അതിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. 1 പത്രോസ് 2:9-11 വചനം. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നിങ്ങൾ ഇനി അന്യരല്ല. നിങ്ങളൊരു അന്യനെ പോലെ ഇനി പള്ളി ജീവിക്കരുത്. നിങ്ങൾ വന്ന് കയറി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അന്യനല്ല, സ്വന്തമാണ്, ദൈവത്തിൻ്റെ സ്വന്തം. നിങ്ങൾ വിളിച്ചാൽ ദൈവം കേൾക്കും. അതിൽ കൂടുതലൊന്നും ഞങ്ങൾ വിളിച്ചാൽ കേൾക്കുകയില്ലേ? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ദൈവം കേൾക്കും. അങ്ങനെ കേൾക്കുന്ന, നിങ്ങൾ കരഞ്ഞാൽ നിങ്ങളുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കാവുള്ളൂ. നിങ്ങളുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് യഥാർത്ഥ ദൈവം. നിങ്ങൾ വിളിച്ചില്ലെങ്കിലും നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നവനാണ് യഥാർത്ഥ ദൈവം. അതാണ് യഥാർത്ഥ ദൈവം. ഇനി വായിച്ചേ, നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, പിന്നെ വിശുദ്ധരുടെ സഹപൗരരും. വിശുദ്ധരുടെ സഹപൗരരാണ് നിങ്ങൾ. അടുത്ത വിശുദ്ധൻ. കുറച്ച് പേര് നിങ്ങളുടെ മുമ്പേ പോയിട്ടുണ്ട് മേളിലോട്ട്. എങ്ങോട്ടാ പോയതെന്ന് നോക്കണം. അപ്പച്ചൻ പോയിട്ടുണ്ട് മേളിലോട്ട്. കാര്യം നമുക്ക് പ്രസംഗിക്കുമ്പോൾ പറയും സ്വർഗത്തിലോട്ടാണ് പോയെന്ന് പറയാം, അതല്ല വേറെ നിവൃത്തിയില്ലല്ലോ. ഈ സഹോദരൻ നരകത്തിലേക്കാണ് പോയെന്ന് നമുക്കറിയാം. അറിയാമെങ്കിലും പറയാവോ? ഉദാഹരണത്തിന് മദ്യപാനി സ്വർഗരാജ്യം കാണുകയെന്ന് എഴുതി വച്ചിരിക്കുക.
ഒറ്റ കാര്യത്തിൽ കള്ളു കുടിച്ച് ലിവർ പോയത് എങ്ങോട്ടാണെന്നുള്ളത് ഉറപ്പല്ലേ? അവൻ ഓൾറെഡി നരകത്തിലായിരുന്നു, അവൻ്റെ കുടുംബവും നരകത്തിലായി, ഇനി അവൻ പോകാൻ പോകുന്ന നരകത്തിലോട്ടാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയും അത് നമ്മുടെ തോമസ് ചേട്ടൻ വളരെ നല്ല മനുഷ്യനായിരുന്നു, കുടിക്കുമെങ്കിലും പിറ്റേ ദിവസം ബോധം വന്നു കഴിയുമ്പോൾ അദ്ദേഹം എല്ലാത്തിനെക്കുറിച്ചും പശ്ചാത്തപിക്കുമായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, സത്യത്തിൽ നമ്മൾ ഓർക്കണം, നമ്മൾ ഇതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പം എന്നെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞതുകൊണ്ടോ മോശം പറഞ്ഞതുകൊണ്ടോ ഞാൻ രക്ഷപ്പെടുകയില്ല, നശിക്കാനും പോകുന്നില്ല. പക്ഷേ മുകളിൽ നിന്നൊരാൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മുടെ ഹൃദയം വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടെ നമ്മൾ ഓരോരുത്തരും ഹൃദയ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയുള്ളവരായിരിക്കണം. അതിനാണ് ദൈവം നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. കാര്യമൊന്നും കിട്ടുന്നില്ലായിരിക്കും, വണ്ടിക്കൂലി പോകുന്നേ ഉള്ളായിരിക്കും. പക്ഷേ ഹൃദയം വിശുദ്ധമാണോ, നിങ്ങളുടെ സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം കൊണ്ടുവച്ച് തരും. കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പാലിച്ചിട്ട് ദൈവാനുഗ്രഹത്തിൻ്റെ വഴി നിങ്ങൾക്ക് തുറന്നില്ലെങ്കിൽ ഞാൻ ദൈവ ശുശ്രൂഷ അവസാനിപ്പിച്ചേക്കാം. അത്രമാത്രം എനിക്ക് ഗ്യാരൻറ്റീഡാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യർക്ക്, ദൈവത്തെ വചനം കേട്ടുമ്പോഴേണ്ട മനുഷ്യർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കും. നമ്മുടെ ആ മാനിച്ചിനൊക്കെ കെട്ടിടത്തിൻ്റെ വേണ്ടി താഴോട്ട് പോയതാണ് ഒരു കാലത്ത്. ഇപ്പം കണ്ടില്ല, ആരോഗ്യത്തോടെ പയറ് പോലെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ദൈവം താങ്ങുന്നതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരൊറ്റ ചെറിയൊരു നട്ടലൊന്നിനും എന്തെങ്കിലും സംഭവിച്ചാൽ പോയില്ല, എഴുന്നേക്കാൻ പറ്റത്തില്ല, പിന്നെ ജീവിതത്തിൽ എഴുന്നേക്കാൻ പറ്റത്തില്ല. അങ്ങനെ എത്രയോ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദൈവം നമ്മളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ദൈവത്തെ അറിയുക എന്നതാണ് യഥാർത്ഥ. അപ്പം ഇനി വായിച്ചേ എഫേസസ് ബാക്കി. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. കണ്ടോ? അപ്പം അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറ എന്ന് പറയുന്നതാണ് ഈ സംഭവം. മനസ്സിലായോ? ബൈബിൾ. ഇപ്പം കഴിഞ്ഞ ദിവസം മെത്രാപ്പോലിത്ത സ്ഥാനം കൊടുക്കുമായിരുന്നു നമ്മുടെ ലെബനോനിൽ വെച്ച് പരിശുദ്ധ പാത്രിക്കീസ് ബാബു. അപ്പോൾ അന്നേരം അതിനകത്ത് നമ്മൾ ഒരു ബിഷപ്പ് പറയുന്ന കാര്യമാണ്, ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ വിശ്വസിക്കുന്നു, ഇത് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, ദൈവത്തിൻ്റെ വചനമായിട്ട് ഞാൻ ഏറ്റുപറയുന്നു. ഒരു മെത്രാപ്പോലിത്തായ വാഴിക്കും വിശുദ്ധ കുർബാനയോ തലയിൽ ആവസിക്കുന്നതോടൊപ്പം തന്നെ ഈ ബൈബിളും കൂടെ ആവസിപ്പിക്കും അയാളുടെ തലയുടെ മേളിൽ. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് ആവാസം ചെയ്യുമെന്ന് സഭ വിശ്വസിക്കുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന സഭയുടെ അടിത്തറ ഇതാണെങ്കിൽ ഒരു വിശ്വാസിയുടെ അടിത്തറ എന്താ? ബൈബിളാണ്. അടിത്തറയില്ലാതെ വീട് പണിയാൻ വേണ്ടി വന്നിരിക്കുകയല്ലേ ഇപ്പം, വേദപുസ്തകം വായിക്കാതെ, ജീവിതത്തിലൊരിക്കലും ബൈബിൾ വായിക്കാതെ, നമ്മൾ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അടിത്തറയില്ലാതെ വീട് പണിതവൻ്റെ അവസ്ഥ എന്താ സംഭവിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 7:25 മുതലുള്ള വചനം വായിച്ച്. കാറ്റൂതി അത് ഭവനത്തിന്മേൽ 24 മുതൽ വായിച്ച്. എന്റെ ഈ വചനങ്ങൾ കേട്ട് അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. കണ്ടോ? വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. പിന്നെ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. ഇത് 4 നടക്കും. മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാകും, കാറ്റൂതും, അത് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ആഞ്ഞടിക്കും. അതില്ലെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ, അത് നമുക്കും ഉണ്ടാകും. സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാകും, കുടുംബജീവിത പ്രശ്നങ്ങളുണ്ടാകും, കടബാധ്യതകളുണ്ടാകും, ജീവിത പ്രതിസന്ധികൾ നമ്മളെ വട്ടം കറക്കും, അല്ലേ? തൂങ്ങിച്ചാകണമെന്ന് തോന്നും, ഇതൊക്കെ നമുക്ക് തോന്നും, എല്ലാം വരും. എന്നാൽ എൻ്റെ ഈ വചനം കേട്ട് അത് പാലിക്കുന്നവൻ്റെ പ്രത്യേകത, ആ ഭവനത്തിൽ അടിക്കുമ്പോൾ അത് പാറമേൽ സ്ഥാപിതമാണ്. കാരണം മൂലക്കല്ല് ക്രിസ്തുവാണ്. പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിൻ്റെ മേലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. മൂലക്കല്ല് ക്രിസ്തുവാണ്. അതുകൊണ്ട് കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, ആഞ്ഞടിച്ചു, അത് വീണുപോയില്ല. എന്നാൽ
ബാക്കി വായിച്ചേ. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽ പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. അതായത് ധ്യാന കേന്ദ്രത്തിൽ വരുന്നവരുടെ കാര്യമായി പറയുന്നത്. എൻ്റെ വചനം കേൾക്കുകയും, പിന്നെ നാട്ടിലുള്ള പാർട്ടികൾ കേൾക്കുന്നില്ലല്ലോ. എൻ്റെ വചനം കേൾക്കുകയും, കേട്ട് കഴിഞ്ഞിട്ട് എന്നാ പരിപാടി? കേട്ട് കഴിഞ്ഞിട്ടും പീടുകൂതാശ വരുമ്പോൾ എന്താണ്? നമ്മൾ മലരും അവലും ശർക്കരയൊക്കെ വെച്ചിട്ട് ആശാരിയുടെ പരിപാടി പ്രത്യേകം. പിന്നെ അതിൻ്റെ കേട് തീർക്കാൻ വേണ്ടി തിരുമേനിയുടെയും അച്ഛന്മാരുടെയും പരിപാടി ഇപ്പുറത്ത് വേറെ. നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ കട്ടളയുടെ അടിയിൽ കൊണ്ടുവന്ന് പഞ്ചലോഹം വെക്കണമെന്ന്? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? പഞ്ചലോഹം കൊണ്ടുള്ള കുരിശ് വെച്ചാൽ പ്രത്യേക പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ഏതെങ്കിലും സഭയുടെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? എന്നാലും നിങ്ങൾ ഇത് വീട് പണിയാൻ പോകുമ്പോഴത്തേനും ഒരു പഞ്ചലോകത്തിൻ്റെ കുരിശ് അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കല്ല് കാണുന്ന അടി ഇങ്ങനെ അങ്ങോട്ട് തിരിയും ഇല്ലേ? വെക്കാറില്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങളിപ്പോഴും വിഗ്രഹത്തെ 2 വള്ളത്തെ കാലി ഔട്ടുന്നത്. ഒന്ന് രാജാക്കന്മാർ 18-21. എത്ര നാൾ നിങ്ങൾ 2 വള്ളത്തിൽ കാലി ഔട്ടും? ബാലാണ് ദൈവമെങ്കിൽ നീ അവരെ ആരാധിക്കേ. അതല്ലേ ഏലിയാവ് പറഞ്ഞത്. ഇപ്പോഴും നമ്മളെന്ത് ചെയ്യാണ്? കല്യാണം നോക്കേണ്ടതൊക്കെ നോക്കിയേക്കാം. ഇനിയിപ്പോൾ അത് പറയാം, ആരും അറിയണ്ട. എന്നാലും രാഹുകാലത്താണോ എന്നൊന്ന് നോക്കിയേര്, ചുമ്മാ കലണ്ടർ പൊക്കിയിട്ട്. ഇതെല്ലാം അഷ്ടമിയും രാഹു എല്ലാം നോക്കി നടത്തിയിട്ട് പോലും എല്ലാം അങ്ങോട്ട് പോകുന്നതിനേക്കാൾ സ്പീഡ് തിരിച്ചു വരികയല്ലേ. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ? എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാനിതാണ് ആർക്കും എന്തും വിശ്വസിക്കാൻ അവകാശമുണ്ട് ഈ രാജ്യത്ത്. അത് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലേ? ഏത് വ്യക്തിക്ക് എന്തും വിശ്വസിക്കാൻ അധികാരമുണ്ട്. ദൈവം ഇല്ലെന്ന് വേണേൽ വിശ്വസിക്കാം, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം, പഞ്ചലോകത്തിൽ വിശ്വസിക്കാം, പഞ്ചലോകത്തിന് ശക്തി ഇല്ലെന്ന് വിശ്വസിക്കാം. നിങ്ങളെന്ത് വിശ്വസിക്കുന്നു? അപ്പോഴാണ് പഞ്ചലോകത്തിലും ചെറിയ ശക്തി കാണും, ഇരിക്കട്ടെ. ഈയിടെ കോട്ടയം ടൗണിലൊരു വീട് പണിയാണ്. അപ്പോൾ അവർ ഇവിടെ വന്നു. അവനോട് ആവശ്യപ്പെട്ടൊരു കാര്യം എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. പറഞ്ഞു, ഞങ്ങൾക്ക് വീടിന് ഞങ്ങൾ അടിത്തറയിലൊരു കാര്യം വെക്കാൻ. ഞാൻ ചോദിച്ചു എന്താണ്? അതിനുവേണ്ടി ഒരു ബൈബിൾ വാക്യം കിട്ടണം. ബൈബിൾ വാക്യം പേപ്പറിൽ എഴുതിയിട്ട് ചുരുട്ടിയിട്ട് ഒരു ഇതിനകത്താക്കിയിട്ട് ഒരു പിച്ചളക്കകത്താക്കിയിട്ട് തകിടൊക്കെ വെക്കുന്ന പോലെ വീടിനകത്ത് വെച്ചു. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. അതുകൊണ്ട് നിങ്ങളിനിപ്പോൾ തകിടുണ്ടാക്കാനും വാക്യം പറയാനൊന്നും പോകണ്ട. അതുകൊണ്ടും വലിയ പ്രയോജനമൊന്നും കിട്ടുകയില്ല, അകത്തുണ്ടായാൽ മതി. പക്ഷേ അവരത് വേറെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോയില്ല. നമ്മൾ പഞ്ചലോകത്തിന് വേണ്ടി നടക്കുകയല്ലേ. പഞ്ചലോകം വെച്ച് നിങ്ങളുടെ കട്ടള പണിതാൽ എന്നാ പ്രയോജനം? കട്ടളക്കടി കുരിശ് വെക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സഭ പറഞ്ഞിട്ടുണ്ടോ? കട്ടളക്കടി കുരിശ് വെച്ചാലുള്ള പ്രശ്നം എന്നാണെന്നറിയോ? ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ കട്ടളയിൽ ചവിട്ടുമ്പോൾ യേശുവിനെ ചവിട്ടുന്നത്, കുരിശിനെ ചവിട്ടുന്നത്. അങ്ങനെ ചവിട്ടാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പള്ളി കുരിശ് വെച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെ കുരിശ് സ്ഥാപിക്കുമ്പോൾ ഓരോ മൂലയിൽ പ്രത്യേകം സ്ഥാപിക്കുന്നത്. ആരും ചവിട്ടിയാല സ്ഥലത്താണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസ മേഖലയിൽ നമ്മൾ നോക്കിയാൽ പലരും എന്താണ് ഈ ദൈവം യേശു എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രത്തിൽ വന്നിരുന്ന് ഈ ഉറക്കം തൂങ്ങുമ്പോഴും ഓർത്തോണം, ഇപ്പോഴും അന്ധവിശ്വാസത്തിൻ്റെ മേഖല ശരിയായിട്ടില്ല, അത് വിട്ടുകളഞ്ഞിട്ടില്ല. സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കണം. ഞായറാഴ്ച ദിവസം അത് നമ്മൾ പാലിക്കുന്നുണ്ടോ? അപ്പം ഞങ്ങൾ ലെബനോനിൽ പോകാനായിട്ട് ടിക്കറ്റ് നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. അവസാനം ടിക്കറ്റ് ബുക്കിംഗ് നടന്നത് സത്യത്തിൽ ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വെളുപ്പാങ്കാലത്ത് കുർബാനയൊക്കെ ചൊല്ലിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് തീരുമാനം എടുത്തു. അവസാനം നമ്മുടെ മനസാക്ഷിക്ക് അങ്ങോട്ട് ചേരുന്നില്ലത്. ആ കാരണം കൊണ്ട് 10-15,000 രൂപ വീണ്ടും കളഞ്ഞിട്ട് ശനിയാഴ്ച ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. 10-15,000 രൂപ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ അത് തീരുമാനിച്ചു, വേണ്ട, ഞായറാഴ്ച നമ്മളൊരു യാത്ര വേണ്ട, ശനിയാഴ്ച യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് ഞായറാഴ്ച അവിടെ പോയി വിശുദ്ധ ബലി പങ്കെടുത്ത്. ഒരു ബലി പോലും നമുക്ക് തന്നെ ഒരു ബലി അർപ്പിക്കാം. ഞങ്ങൾക്ക് എത്ര ബലി വേണമെങ്കിലും അർപ്പിക്കാമല്ലോ. രാവിലെ ഒരെണ്ണം അർപ്പിക്കാം, വൈകുന്നേരം വേണമെങ്കിൽ ഒരെണ്ണം അർപ്പിക്കാം, പുരോഹിതന് ബലി അർപ്പിക്കാം. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് ആ പൈസയൊക്കെ കളഞ്ഞിട്ടാണേലും ക്യാൻസൽ ചെയ്ത് വീണ്ടും ആ ദിവസം നമ്മൾ ഇവിടെ ബലിയിൽ പങ്കെടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ദിവസത്തെ എങ്ങനെയാണ് കാണുന്നത്? ദൈവം പറഞ്ഞിരിക്കുകയാണ്, സാബത്ത് ദിവസം നീയോ നിൻ്റെ മകനോ നിൻ്റെ മകളോ ദാസനോ ദാസിയോ ഒരു പണിയും ചെയ്യരുത്. ഇവിടെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, ഞായറാഴ്ച
ഇച്ചിരി പണി ചെയ്തോട്ടെ, സമ്മതിക്കത്തില്ല. ഈയിടെ പുല്ല് കൊണ്ടുവച്ച ആൾ ശനിയാഴ്ച ആയപ്പോഴേക്കും അയാളുടെ പുല്ല് ഞായറാഴ്ച ഉണങ്ങിപ്പോവും. തിങ്കളാഴ്ചത്തേന് വെച്ചാൽ ഞായറാഴ്ച ഇരുന്ന് വെയിലത്ത് പുല്ല് മുഴുവൻ ഉണങ്ങിപ്പോവും. അയാൾ ചോദിച്ച്, ഞായറാഴ്ച ഒരു ശകലം പണിക്കാരുണ്ട്, ഞങ്ങളങ്ങ് പോകും. പെന്തിക്കോസുകാരനാന്ന് തോന്നുന്നു. ശകലം അവിടെയൊക്കെ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഞായറാഴ്ച പണിയില്ല, അന്ന് സാബതാണ്. നീയോ നിൻ്റെ മകനോ മകളോ ദാസനോ ദാസിയോ ഒരു വേലയും ചെയ്യാൻ പാടില്ല. ഉടനെ വിളിയാ, ശരിയാ, നമ്മളൊക്കെ വചനം പാലിക്കട്ടോ. പുള്ളിക്ക് ആഹ്ലാദമായി, പുള്ളി പെന്തിക്കോസുകാരനാണെങ്കിലും പുള്ളിക്ക് സന്തോഷമായി വചനം കേട്ടപ്പോൾ. ശരിയാണ്, നമുക്കൊക്കെ വരാൻ പറ്റി. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നറിയോ? നല്ല മഴ കൊടുത്ത് ആ പുല്ല് ഉണങ്ങാതിരിക്കാൻ നല്ല സൂപ്പർ മഴ പെയ്തിട്ട് പിറ്റേ ദിവസവും ആ പുല്ല് ഉണങ്ങാതെ എവിടെ ഇരുന്ന്. കണ്ടോ, ദൈവം അങ്ങനെ സംരക്ഷിച്ചു. ഇത് ഞാനെന്തിനാ പറയുന്നറിയോ? നിങ്ങൾ മര്യാദയ്ക്ക് ദൈവവചനം പാലിക്കാൻ. ഞാനിപ്പോൾ ഞായറാഴ്ചകളിൽ കല്യാണം വിളിച്ചാൽ പോലും പോകത്തില്ല. കാരണം കല്യാണം നടത്തുന്നതിന് സഭ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഞായറാഴ്ച ദിവസം അതിനേക്കാൾ മെച്ചപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. കല്യാണം ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും നടത്താമല്ലോ. അതിനേക്കാളും ബെസ്റ്റായ കാര്യം ദൈവഭവനത്തിലിരുന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിപ്പോൾ ഞായറാഴ്ച ദിവസത്തെ കല്യാണങ്ങൾ പോലും പോകുന്നില്ല. സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്താ, ഇതൊക്കെ കിട്ടുന്നതുകൊണ്ടാണ്. നമ്മുടെ ഈ ഇവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ല, നമ്മളിങ്ങനെയൊക്കെ കിട്ടുന്ന കാശ് കൊണ്ടാണ് ഈ സ്ഥാപനം നടത്തുന്നത്. സ്ഥാപനം ബാധ്യതയിൽ നിന്ന് ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും നമ്മൾ തീരുമാനിച്ച് അങ്ങനെ ബാധ്യത വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർത്തും, അത്രേ ഉള്ളൂ. കർത്താവിൻ്റെ ഭവനാണ് നിൽക്കുമോ? ഇല്ല, അതൊക്കെ നടക്കും. അപ്പം നമ്മൾ ഓർത്തോണം, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന കാര്യം വരുമ്പം നമ്മൾ ഡൈലൂട്ടാക്കും. എന്തെങ്കിലും അന്ധവിശ്വാസ അനാചാരമാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഹൈലൈറ്റ് ചെയ്യും. അപ്പം നമ്മൾ ആരുടെ പ്രതിനിധിയായിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്? പിശാചിൻ്റെ. പിന്നെ എങ്ങനെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും? അതുകൊണ്ട് അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെല്ലാം ഉപേക്ഷിച്ചിട്ട് വെളിച്ചത്തിൻ്റെ മക്കളാകാൻ ഇന്ന് മുതൽ ബൈബിൾ കയ്യിലെടുക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ വീട്ടിൽ ചെന്നാൽ സ്വന്തമായിട്ട് ബൈബിൾ ഉള്ളവർ സ്വന്തമായിട്ട് ഇന്ന് മുതൽ നിങ്ങൾ വായിച്ചു തുടങ്ങണം. ആദ്യം വായിക്കേണ്ടത് ഏത് ഭാഗമാണ്? ആദ്യം വായിക്കേണ്ടത് ബൈബിളിൽ ഉൽപ്പത്തി അല്ല വായിക്കേണ്ടത്. ചാടിക്കയറി ഉൽപ്പത്തി വായിക്കരുത്. വായിച്ചാൽ എന്നാ പ്രശ്നം? വായിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം കൊണ്ട് വായിക്കുമ്പോഴാണ് ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചു. ആദാമിന് ഒരു കൊച്ചുണ്ടായി. അതാരാ? ഹാബേലും രണ്ടാമത് കായേനും, അല്ലേ? കായേനും ഹാബേലും, 2 പേര്. കായേൻ ഹാബേലിനെ കൊന്നു. ഇപ്പോൾ എത്ര പേരുണ്ട് ഭൂമിയിൽ? 3 പേര്. അതിനുശേഷം വീണ്ടും ഭൂമിയിൽ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു. കായേന് ഭാര്യയെ കിട്ടിയത്. അതോടുകൂടി നമ്മൾ പ്രശ്നത്തിലായി. അതുകൊണ്ട് ബൈബിൾ വായിക്കേണ്ടത് അങ്ങനെയല്ല, വെളിപ്പെട്ട വചനത്തിൽ നിന്ന് വേണം വായിക്കാൻ. വെളിപ്പെട്ട വചനം ആരാണ്? യേശുവാണ്. സമ്പൂർണ്ണമായി വെളിപ്പെട്ട വചനം യേശുവാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് സുവിശേഷം. സുവിശേഷം ആദ്യം വായിക്കണം. ഇന്ന് മുതൽ നിങ്ങൾ വായിക്കാൻ തുടങ്ങണം. ഇനി പണത്തിൻ്റെ ഒന്നും പുറകെ പോകണ്ട. കാരണം അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ലോകം അവസാനിക്കാൻ പോവില്ലേ? കർത്താവ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ളത് മതി, ആക്കിയ കയ്യിലും പോട്ടെ. അപ്പോൾ ആദ്യം വായിക്കേണ്ടത് സുവിശേഷം. സുവിശേഷത്തിൽ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ 21 പ്രാവശ്യം വായിക്കണം. എത്ര പ്രാവശ്യം റോയ് സാറേ? 21 പ്രാവശ്യം വായിക്കണം. അതെങ്ങനെ ചുമ്മാ വായിച്ചാൽ പോരാ. നമ്മുടെ വായനയുണ്ടല്ലോ, മറ്റേ മരിച്ച വീട്ടിലിരുന്ന് വായിക്കുന്ന ആ വായനയല്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായി, അങ്ങനെയല്ല വായിക്കേണ്ടത്. നമ്മൾ ബൈബിൾ എടുക്കുക, ആദിയിൽ വചനമുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ കാണണം, ആദിയിൽ വചനമുണ്ടായി. വചനം ദൈവത്തോടു കൂടി ഇരിക്കുകയാണ്, വചനം ദൈവമാണ്. ഇങ്ങനെ ഓരോ വാക്കുകളും ചിന്തിച്ച് സമസ്തവും അവനിലൂടെ ഉണ്ടായി. എന്നിട്ട് നമ്മൾ കാണണം, ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടി. ഇങ്ങനെ വായിച്ച് 21 അധ്യായം വരെ വായിക്കണം. അങ്ങനെ 21 പ്രാവശ്യം നിങ്ങൾ വായിക്കണം. അപ്പോൾ ഉള്ള നേട്ടം എന്നാണെന്നറിയോ? അപ്പോൾ ഉള്ള നേട്ടം, യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായത്തിൽ എന്നാ പറയുന്നറിയോ? വചനം ദൈവമാണ്. 2 അധ്യായത്തിൽ എന്നാ പറയുന്നത്? കാനാവിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കിയ കാര്യം. 3 അധ്യായം. അച്ചായനൊക്കെ എത്ര നാളായി ബൈബിൾ വായിക്കാൻ തുടങ്ങിയിട്ട്? 3 അധ്യായനാ യേശുവും നിക്കോദീമോസും തമ്മിലുള്ള സംസാരം. 4 അധ്യായനാ ഇങ്ങനെ ഇരിക്കും. ഇതാണ് അടിത്തറയില്ലാതെ വീട് പണിതാലുള്ള പ്രശ്നം. 4 അധ്യായം സമരിയാക്കാരി യേശുവും തമ്മിലുള്ള സംഭാഷണം. നോക്കിക്കോണം കറക്റ്റാണോ. 5 അധ്യായം ബെത്സൈദ കുളക്കരയിലെ രോഗശാന്തി. 6 അധ്യായം അപ്പം വർദ്ധിപ്പിക്കുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാണ്.
7-ാം അധ്യായം യേശു പെരുന്നാളിന് പോകുന്നു. 8-ാം അധ്യായം പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെക്കുറിച്ചുള്ള വിശദീകരണം. 9-ാം അധ്യായം അന്ധന് കാഴ്ച കൊടുക്കുന്നു. 10-ാം അധ്യായം ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കും, ഇടയത്വത്തെക്കുറിച്ചുള്ള വചനം. 11 ലാസറിനെ ഉയർപ്പിക്കും.